മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന്റെ തീരുമാനം വന്നിരിക്കുകയാണ്. കേസ് പിൻവലിക്കാൻ തയ്യാറാവില്ല എന്ന തീരുമാനത്തോടെയാണ് കാസർഗോഡ് കെ സുരേന്ദ്രൻ. കേരളം ഉറ്റുനോക്കിയിരുന്ന മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് ഇനി കുറച്ചു വൈകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. താൻ തന്നെയാണ് മഞ്ചേശ്വരത്ത് വിജയിച്ചതെന്നും 67 സാക്ഷികളെ കോടതിയിൽ ഇനി ഹാജരാക്കാനുണ്ടുവെന്നും 75% തെളിവുകൾ താൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ കാസർഗോഡ് വെച്ച് പറഞ്ഞു. ജനവിധി അട്ടിമറിക്കാൻ UDF-നെ അവർ സഹായിച്ചു. അതിനുശേഷം ഈ കേസിലും UDF-നെ LDF, CPM പ്രത്യേകിച്ച് സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗിന് ഒരു രക്ഷാ കവചം തീർത്തത് മഞ്ചേശ്വരത്ത് CPIM പ്രവർത്തകരാണ്. കോടതി ജീവനക്കാർ സമൻസ് കൊടുക്കാൻ അവിടെ ചെന്നപ്പോൾ ലീഗുകാരോടൊപ്പം CPM പ്രവർത്തകരും തടയാനുണ്ടായിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ UDF-ഉം LDF-ഉം ചേർന്ന് പരിശ്രമം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. അതുകൊണ്ട് നിർണായകമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ സാക്ഷികളെ വെറുതെ വിടൂ, അവരെ കോടതിയിൽ ഹാജരാക്കാൻ അനുവദിക്കൂ. 67 പേരെ ഒരാഴ്ച കൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയും. ജനതാൽപര്യം മാനിച്ച് അതാണ് CPM-ഉം മുസ്ലിം ലീഗും ചെയ്യേണ്ടത്. ദയവായി നിങ്ങൾ മർക്കടമുഷ്ടി അവസാനിപ്പിക്കൂ, സാക്ഷികളെ സ്വതന്ത്രമായി വിടൂ, അവർ കോടതിയിൽ ഹാജരാവട്ടെ, അവർ സത്യം പറയട്ടെ കോടതിക്ക് മുമ്പിൽ. ഈ 67 സാക്ഷികൾ കോടതിയിൽ ഹാജരായാൽ എളുപ്പത്തിൽ ഈ കേസ് അവസാനിക്കും. അതിന് UDF-ഉം LDF-ഉം ഞങ്ങളെ സഹായിക്കണം എന്നുള്ള വിനയാന്വിതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇത് അമിത്ഷയുമായി കണ്ടതിന് ശേഷമുള്ള തന്റെ തീരുമാനമാണെന്നും അമിത്ഷാ ഈ അവസരത്തിൽ കേസുമായി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ശബരിമല വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ CPM UDF-ന് വോട്ട് കൈമാറുമെന്നതിൽ തനിക്ക് സംശയമില്ല എന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. 257 കള്ള വോട്ടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതിന്റെ വ്യക്തമായ തെളിവുകൾ തന്റെ കൈകളിലുണ്ട് എന്നും ഹൈക്കോടതിയിൽ ഈ തെളിവുകൾ എത്തിച്ചു കൊടുത്ത് താനാണ് അവിടെ വിജയിച്ചതെന്ന് ഉറപ്പ് വരുത്തുമെന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അബ്ദുള്ളഹാക്കിന്റെ വിയോഗത്തിൽ തനിക്ക് സങ്കടമുണ്ടെന്നും എന്നാൽ രാഷ്ട്രീയപരമായി ഈ കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായി തന്നെ കാണണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഹൈക്കോടതിയിലെ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ തന്റെ നിലപാട് തീർച്ചയായും അമിത്ഷാ പറഞ്ഞ അതേ നിലപാട് തന്നെയാണെന്നാണ് കാസർഗോഡ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. എന്തായാലും മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് ഇനി കുറച്ച് വൈകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കെ സുരേന്ദ്രൻ വളരെ തന്ത്രപരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വ്യക്തമാണ്, PB അബ്ദുറസാഖിന്റെ വിയോഗം പൊതുജനങ്ങൾക്കിടയിൽ ഒരു സങ്കടാവസ്ഥ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും UDF-ന് മുതൽക്കൂട്ടാകും. ശബരിമല വിഷയത്തിൽ പിന്നോട്ട് പോകുന്ന നിലപാടുള്ള CPM-ന് അത് UDF-ന് വോട്ട് കൈമാറാനുള്ള ഒരു സാധ്യതയും കെ സുരേന്ദ്രൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷയുടെ തീരുമാനവും കൂട്ടിക്കലർത്തി ഹൈക്കോടതിയിലുള്ള കേസ് പിൻവലിക്കില്ല എന്ന നിലപാടിൽ BJP എത്തി നിൽക്കുന്നത്. ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം ഇനി കുറച്ച് അകലുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.